ഒരുപാട് ഇൻസ്റ്റൻസിൽ അദ്ദേഹം ഇതുപോലെ നമ്മൾ പറയുന്ന സാധനത്തിനെ അതിനപ്പുറത്തോട്ട് കൊണ്ടുപോയി നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. ബസ്സിലിരിക്കുന്നിടത്താണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡിലിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിനകത്തൊക്കെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവരൊന്നെങ്കിൽ അവരങ്ങോട്ട് മാറിക്കഴിയുമ്പോഴോ അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ട് അദ്ദേഹം ആരാണെന്നുള്ളത് പതുക്കെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 21 നായികമാരെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം കണക്ക് പറയും. അതിലൊന്ന് സംവിധായകന്റെ വൈഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിഷേധിക്കൂ എന്ന് പറഞ്ഞാൽ അത് അവളൊരു ഫോട്ടോയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ പാടി കേൾക്കണം, എന്നാലും നമുക്ക് അതിന്റെ അങ്ങനെയാണ് മുജീബിന്റെ പ്രോഗ്രാമർ പിന്നെ നെവിൻ പിന്നെ അമ്മയെ കൊണ്ട് ചുമ്മാ ആ ഡമ്മി അതൊരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഒന്നും അല്ലാത്ത ചുമ്മാ കുറച്ച് തമിഴ് വേഴ്സ് വെച്ചിട്ടുള്ള ഒരു ലിറിക്സ് ആയിരുന്നു. പുള്ളിക്കാരി കൊണ്ട് അതിന്റെ എന്താണ് അതെന്ന് അതിന്റെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി പാടിപ്പിച്ചതായിരുന്നു. അതേപോലെ വിനായകൻ ചേട്ടനെ ചില സംഗതികളുണ്ടായിരുന്നു. ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെയും പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന മൊമെന്റിൽ അയാളൊന്ന് ഡൗൺ ആവുന്നു. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില സംഗതികൾ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ തന്നെ മാറ്റുന്ന രീതിയിൽ അദ്ദേഹം ചില സാധനങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇയാള് ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു റിയാലിറ്റിയാണ്. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോൾ. കളങ്കാവലിന്റെ സംവിധായകൻ ജിതിൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ജിതിൻ ബ്രോ, വെൽക്കം. താങ്ക് യു. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പടം റിലീസായി ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ്. വാട്ട് യു ഫീൽ? എന്താണ് മനസ്സിലുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഡിസ്കഷൻസും ഒക്കെ ഒരുപാട് ചർച്ചകളും ഒക്കെ അതിന്റെ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളും ഇതുപോലെ എല്ലാവരും തൃപ്തിപ്പെടുത്താനോ എല്ലാവരും കണക്ട് ആവാനോ സാധ്യതയുള്ള സിനിമ എന്നുള്ള രീതിയിലല്ലായിരുന്നു ഇത്. ഒരു നമ്പർ ഓഫ് ആൾക്കാരിലോട്ട് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിയെന്ന് തോന്നുന്നു. ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതങ്ങനെ കുറച്ച് പേരിലോട്ട് എത്താൻ സാധ്യതയുള്ളൂ എന്നൊരു തോട്ടിലോട്ട് വന്നായിരുന്നു. പക്ഷെ അതെല്ലാം കൂടുതൽ ആളിലോട്ട് എത്തി. പിന്നെ ചിലർക്ക് കണക്ട് ആയിട്ടുമില്ല, അങ്ങനെ ഉണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് മുകളിലോട്ട് പണം പോയി. നമ്മൾ ഒരുപാട് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. റിലീസിന് ശേഷം നമുക്ക് സംസാരിക്കുകയോ ചെയ്തു? പിന്നെ പലതവണ കണ്ടു, 2-3 തവണ കണ്ടു. വളരെ സന്തോഷത്തിലാണ്. എക്സ്പെക്ടഡ് ആയിരിക്കും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സിനിമ മുന്നേ തന്നെ. പിന്നെ നമ്മുടെ കൂടെ മീൻസ് ഇതിന്റെ പ്രൊഡക്ഷൻ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് കാണും. അതിൽ ചിലരൊക്കെ ഇത് എല്ലാവർക്കും കണക്ട് ആവുക എന്നുള്ള സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേസ് ഒക്കെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന പേസ് തന്നെയാണോ, വേറൊരു രീതിയിൽ ഒരു ഹൈപ്പും ഡിസ്കഷനും മുന്നേ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള പടം തന്നെയാണോ ഇതെന്നൊക്കെ അപ്പൊ അതുകൊണ്ട് സാറിനും ഇത് ആൾക്കാർ എങ്ങനെ എടുക്കുമെന്നുള്ള ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിന് പേഴ്സണലി ഭയങ്കരമായിട്ട് ഓക്കെ ആയിരുന്നു പടം. ഔട്ട്പുട്ട് ഇപ്പൊ വന്ന ഗ്ലിംസസ് ഒക്കെ, ഇപ്പൊ ട്രെയിലർ ആണ് ടീസർ ഒക്കെ ആണെങ്കിലും കുറച്ച് സ്പീഡാണ് സിനിമ എന്നുള്ള തോന്നലാണ് ഉണ്ടാക്കി. അത് പർപ്പസ്ഫുള്ളി ചെയ്തതാണോ? ആക്ച്വലി നമ്മൾ തിയേറ്ററിൽ ഒരു സ്ലോ ബേൺ ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് അതിന് 2 ആംഗിൾ ഉണ്ടായിരുന്നു. ചിലര് പറഞ്ഞു ട്രെയിലർ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ സ്ലോ ആണെന്ന് പറഞ്ഞവരുണ്ട്, എന്നാൽ അത് ഈ പറഞ്ഞ പോലെ സ്പീഡാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ നമുക്ക് ആൾക്കാരിലോട്ട് പടം എത്തണം, ആൾക്കാരിലോട്ട് ഇങ്ങനെ ഒരു പടം വരുന്നു എന്നുള്ള സാധനം കുറച്ചും കൂടെ പെനിട്രേറ്റ് ചെയ്യണം എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ട്രെയിലർ കട്ടിന് അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എന്ത് തരത്തിലുള്ള സിനിമയാണെങ്കിലും അതിനകത്തൊരു പേസ് കയറും. നമ്മൾ കുറച്ച് സമയത്തിനകത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ കൺവേ ആക്കുക എന്നുള്ളത് അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പൊ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നു, അതിൽ മമ്മൂക്ക പോലെ ഒരു സൂപ്പർ താരം വരുന്നു, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ശരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് സ്വാഭാവികമായിട്ടും ഒരു പുതിയ ആളെന്ന നിലയ്ക്ക് ഉണ്ടാവും. അത് അതിന്റെ 100% ക്യാമറയ്ക്ക് പിന്നിൽ ആ മൈൽ സ്റ്റോൺ പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഷൂട്ടിന്റേതായ ടെൻഷൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഷൂട്ടിന് ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് അതിനകത്തോട്ട് ഒരു ഫ്ലോയിലോട്ട് എത്തിയാലേ നമുക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാനും പിന്നെ സ്വയം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മമ്മൂക്കയുടെ കാര്യത്തിലാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെയൊക്കെ ആർട്ടിക്കുലേഷനും എല്ലാത്തിനും പരിമിതികളുണ്ട്. അതൊക്കെ കറക്റ്റ് ആവണമെന്നില്ല. നമ്മളും 1-2 ദിവസം ഇച്ചിരി ലൂസായിട്ടാണ് തുടങ്ങിയത് പരിപാടികൾ. അങ്ങനെ നമ്മൾ പക്ഷേ പിന്നെ സ്പോട്ട് എഡിറ്റിൽ മ്യൂസിക് റെഫറൻസ് ഒക്കെ ഇട്ടെല്ലാം നമ്മുടെ പരിപാടി എന്താണെന്ന് കൃത്യമായിട്ട് കൺവേ ചെയ്തപ്പോൾ അദ്ദേഹം ഭയങ്കര ഓക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഭയങ്കര രസകരമായിട്ടാണ്, മീൻസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് പോയത്. കാരണം നമ്മുടെ ഒരു വിഷ്വൽ ലാംഗ്വേജ് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഷോർട്ട് ഡിവിഷൻ പരിപാടി എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ കൃത്യമായിട്ട് സംസാരിക്കുമായിരുന്നു. അതിലോട്ട് അദ്ദേഹം ഒരുപാട് ഇൻപുട്സ് തന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ത്രൂ ഔട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ട് ആക്ഷൻ പറഞ്ഞ സീൻ ഏതാന്ന് ഓർമ്മ?
ഉണ്ട്. ആ ഒരു കടയുടെ അവിടെ വന്നൊരു മാഗസിൻ ചെക്ക് ചെയ്യുന്ന ഒരു ഇപ്പം നമ്മൾ ഇപ്പോൾ സ്റ്റാൻലി ദാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു സൈക്കോപാത്തിൻ്റെ സിനിമ പറയുന്ന സമയത്ത് നമ്മൾ പൊതുവെ ജനറലി കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇയാൾക്കൊരു ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. പക്ഷേ സ്റ്റാൻലി ദാസിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്, പക്ഷെ അതിനെ ഭയങ്കര ഹുക്ക് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. അതൊരു ബോധപൂർവ്വം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണോ? ആണ്. നമ്മൾ അതായത് ഇതിനെപ്പറ്റി കുറച്ച് നമ്മൾ റിസർച്ച് പരിപാടിയൊക്കെ നടത്തിയപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ പുറകെ പോയപ്പം നല്ലൊരു പെർസെൻറ്റേജ് നമ്മൾ പറയുന്ന പോലത്തെ കഥാപാത്രങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. മനുഷ്യൻ മാത്രമല്ല, എല്ലാ സ്പീഷീസിലും ഇതുപോലെ പല സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അങ്ങനെ മീൻസ് അതിന്റെ കൃത്യമായ ശാസ്ത്രീയം അല്ലെങ്കിൽ പിന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസിനെ പറ്റി ഇപ്പം ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. ബട്ട് എന്നാലും നമുക്കിപ്പം പിന്നെ ഡാമർ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരിൽ പലരുടെയും ഇതൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പലർക്കും ചൈൽഡ്ഹുഡ് ട്രോമയും അങ്ങനെ പല കാരണങ്ങളും പറയാം, അങ്ങനെ അല്ലാത്ത ഒരു ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കണം. നമുക്ക് പോലെ ഒരാളെ വെച്ചിട്ട് ഇതുപോലെ ഒരു സാധനം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്ന മൊമെന്റിൽ തന്നെ അത് അതിന്റെ എക്സ്ട്രീമിൽ തന്നെ പോകാമെന്ന് നമ്മൾ തീരുമാനത്തിലോട്ട് എത്തിയായിരുന്നു. അപ്പൊ അതങ്ങനെ എക്സ്ട്രീമിലോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇതും. അപ്പൊ ഇപ്പൊ നമുക്ക് സൂപ്പർ താരമാണ്, അപ്പോ ആളുകൾക്ക് ഇമോഷണലി കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു എലമെന്റ് വേണം എന്നുള്ള ചിന്ത എപ്പോഴും ഇല്ല. അങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡത്തിന്റെ പുറത്ത് ഇതിനകത്ത് എന്തെങ്കിലും സ്ക്രീൻ പ്ലേയിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് കൊണ്ടുവരികയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നായിരുന്നു. ഇത് വേണ്ട എന്നുള്ളത്, ഇത് വേണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ പ്രോസസ്. അപ്പൊ അദ്ദേഹവും അതിന്റെ ആവശ്യമില്ല എന്നുള്ള നമ്മുടെ സ്റ്റാൻഡ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫുള്ളി റോ ആയിട്ട് തന്നെ. അതെ. ആ കഥാപാത്രം അദ്ദേഹത്തിനുള്ള ഒരു നടനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള മാത്രം ഒരു ഇന്റൻഷനേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീക്വൻസിൽ ആദ്യം കാണിക്കുന്നത് നമുക്കൂടെ കുട്ടിക്കാലം ഒരു ഫോട്ടോയിലാണ് കാണിക്കുന്നത്. കൂടെ ഒരു സഹപാഠിയുടെ ഒരു ഫോട്ടോയും കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പിന്നീട് നമ്മൾ റിവീൽ ചെയ്യുന്ന സമയത്ത് ഈ സൈനൈഡ് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, സൈനൈഡ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോ മമ്മൂക്ക ബേസിക്കലി ഈ സിനിമയിൽ ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ ആ ക്യാരക്ടർ കോട്ടയം സ്ലാങ് ആണ് പിടിക്കുന്നത്. ഈ ആ ഫോട്ടോയും ഇപ്പൊ സഹപാഠി എന്ന് പറയുന്ന ആളെ കാണിച്ച ഫോട്ടോയും ഈ വന്ന ആളും തമ്മിൽ എന്തെങ്കിലും കണക്ഷനിലായിട്ട് അത് ഒരു സെക്കൻഡറി ലെയർ പോലെ ഇട്ടിരിക്കുന്നതാണ്. ചില ആൾക്കാർ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് പേർക്ക് അത് കറക്റ്റ് ആയിട്ട് അതങ്ങനെ കിട്ടത്തുള്ളൂ എന്ന് തോന്നിയിട്ട് അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. പിന്നെ അതിപ്പം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പടത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇയാൾ വരുന്ന സ്ഥലം ഒരു അതിർത്തി പ്രദേശമാണ്, അതുപോലെ തന്നെ ഒരു കുടിയേറ്റ ഗ്രാമം കൂടിയാണ്. അപ്പൊ ഇയാളുടെ ഒരു അയൽവാസിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ വന്ന് ഇയാളോട് സംസാരിക്കുന്ന ആ വ്യക്തി. അപ്പൊ ആ വ്യക്തിയുടെ സഹോദരിയാണ് ഇയാൾ ശരിക്കും ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരുടെയും രണ്ട് സ്ലാങ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും സാമുദായിക പശ്ചാത്തലത്തിന്റെ ഡൈവേഴ്സിറ്റിയുടെ സൂചകങ്ങളാണ്. അറിയാവുന്നവർക്ക് അത് കണക്ട് ആവുന്നില്ല. അപ്പൊ ഇയാൾ വരുന്ന സ്ഥലത്തെ പറ്റി പറയുമ്പോൾ പിന്നെ ഇതുപോലെ ഒരു കുടിയേറ്റ ഗ്രാമം അല്ലേ എന്ന് എന്നുള്ള രീതിയിൽ വിനായൻ ചേട്ടൻ ചോദിക്കുമ്പോൾ അവിടെ അല്ലാത്തവരും ഉണ്ട് സാറേ എന്ന് ഇയാൾ പറയുന്നുണ്ട്. അത് ഒരു കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതും കണക്ട് ആകുന്നവർക്ക് കണക്ട് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു സോഷ്യോ ഒരു കാസ്റ്റ് ബേസ്ഡ് ഒരു കോൺഫ്ലിക്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മളെ. ഒരു പക്ഷെ അതിന്റെ അനന്തര ഫലമായിരിക്കാം ഇയാളുടെ ആദ്യത്തെ ട്രിഗർ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അങ്ങനെ വായിക്കാം. ഇപ്പൊ മമ്മൂക്ക സ്ലാങ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഏത് സ്ലാങ്ങും കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈ ട്രിവാൻഡ്രം സ്ലാങ് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ അവിടെ പ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ? ഇതിനകത്ത് ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ലോജിക്കൽ ഡീറ്റെയിലിംഗ് പരിപാടികളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശത്ത് കഥ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് ആ സ്ഥലം നമുക്ക് ഫോളോ ചെയ്യുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഭാഷ ആൾക്കാർ കണക്ട് ആവുന്നതിന് ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷെ തമിഴ്നാട് അതിർത്തി കൊണ്ടുപോയി ആ പ്രശ്നം നമുക്ക് കുറെ ടാക്കിൾ ചെയ്യാൻ പറ്റും. എന്റെ സ്ഥലവും ഏതാണ്ട് ആ ഒരു അതിർത്തി പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ കുറച്ചും കൂടെ ജോഗ്രഫിക്കലി ആ സ്ഥലത്തെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പിന്നെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അവിടുത്തെ ഇതുപോലെ രണ്ട് ഭാഷയും കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ള ആൾക്കാർ കുറെ ഉള്ള ഒരു സ്ഥലമാണ്. വെസ്റ്റേൺ ഗട്ട്സിന്റെ എൻഡ് കഴിഞ്ഞിട്ട് പ്ലെയിൻ ഏരിയ ആണ് ഈ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത്. തമിഴ്നാട് കേരള അതിർത്തി, തമിഴ്നാട് കേരളം എന്നല്ല, കേരളത്തിന്റെ ഏത് അതിർത്തി എടുത്താലും വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ബാരിയർ ഇല്ലാത്ത ഉള്ള ഒരേ ഒരു ഏരിയ ഈ സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ തന്നെ കുറച്ചും കൂടെ നമുക്ക് പ്രകടമായ കൾച്ചറൽ മിക്സപ്പ് ഉണ്ട്. ഭാഷയെ പോലും അതങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ തന്നെ കുറെ സ്ഥലങ്ങളിൽ അതിർത്തി കഴിഞ്ഞ് കുറെ സ്ഥലങ്ങൾ വരെ മലയാളികൾ ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ഇയാളെ പ്ലേസ് ചെയ്തത്. അതുകൊണ്ടാണ് രണ്ട് ഭാഷയിലും ഇയാൾക്ക് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട് എന്നൊക്കെയുള്ള കാരണങ്ങൾ. അപ്പൊ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ സ്ലാങ് പറയേണ്ട വരും. ഇപ്പോ ഈ സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പൊ 21 നായികമാരെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ 21
21 പേരെയും ഫുള്ളി നമുക്ക് കാണിക്കാൻ പറ്റില്ല എങ്കിൽ പോലും എണ്ണം കറക്റ്റ് അല്ല, ഒരു ഇതാണ് ഏകദേശം ആ ഒരു ഫിഗർ അതെ 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 അതിപ്പോ റിയൽ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത് ആ ലോജിക്ക് കണക്ട് ചെയ്യാൻ നോക്കിയതായിരിക്കുമല്ലോ അല്ലേ? എന്ന് വേണേ പറയാം. എന്തുകൊണ്ടാണ് ഈ നായകന്മാര് സ്റ്റാൻലി ദാസിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് എന്നുള്ളത് നമ്മൾ പർപ്പസ്ഫുള്ളി എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് അതിൽ ഡയറക്ടർ ഒരു ക്ലാരിറ്റി എന്താണ്? അത് ഇപ്പൊ സിനിമ ആകുമ്പോൾ പരിമിതികൾ ഉണ്ടാവും, അങ്ങനെ ഒരു ലെയർ ശരിക്കും സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ? അതിൽ ചില സൂചനകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഇയാൾ ഇത്ര പേരെ ഇങ്ങനെ ഇതിനകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയോ മടങ്ങ് പേരെ ഇയാൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. അപ്പൊ നമ്മളൊരു സിനിമയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നതിന്റെ പരിമിതികൾ കൊണ്ട് അത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പേരെ ട്രൈ ചെയ്തിട്ടായിരിക്കും ഇയാൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തുന്നത്. പിന്നെ ഇയാള് പിന്നെ എന്താ പറയുക, ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു റിയാലിറ്റിയാണ്. ഇപ്പോഴും നമുക്ക് പല വാർത്തകളിലും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതായത് ഇതിൽ തന്നെ പ്രത്യേകിച്ച് പിന്നെ സമൂഹത്തിന്റെ ചില പ്രത്യേകതകൾ കാരണം പെട്ടുപോയ സ്ത്രീകളെയാണ് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഒരു രീതിയിലും തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പെട്ടുപോകുന്നവരാണ് ഇവർ. ഒന്നെങ്കിൽ അവരുടെ ഭർത്താവ് മരിച്ചു പോയൊരവസ്ഥ, അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് പിന്നെ വിവാഹമോചനത്തിലോട്ട് എത്തേണ്ട അവസ്ഥ, കല്യാണം ആകാതെ നിൽക്കുന്ന അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ആരുടെയും കുറ്റങ്ങളല്ല, ഇത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ കാരണം സ്വന്തം ജീവിതത്തിൽ ഒറ്റപ്പെടലും വീർപ്പുടലിലോട്ടും തള്ളിവിടപ്പെട്ട സ്ത്രീകളാണ്. അപ്പൊ ആ ബലഹീനതയാണ് ഇയാള് ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തന്നെ ഒരുപാട് പേര് ഈ ഒരു സ്ത്രീകളും തെറ്റുകാരോ കുറ്റക്കാരോ അല്ല. അവരുടെ അടുത്തോട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഭയങ്കര ജെന്റ്ലി കെയറിംഗ് ആയിട്ടുള്ള ഒരു പ്രിട്ടൻഷ്യസ് ഒരു മുഖംമൂടി ധരിച്ച ഒരാൾ വന്ന് അവരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്നതിൽ ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് തന്നെ പറയാം, നമുക്ക് പിന്നെ നമ്മുടെ ഭയങ്കരമായ രീതിയിൽ ഈ കൺസെന്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന സംഗതി നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് നിപ്പുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് പലർക്കും ഇപ്പോഴും നമ്മുടെ പിന്നെ ഇത്രയും സോഷ്യൽ പൊളിറ്റിക്കൽ അവയർനെസ് ഒക്കെ വന്നിട്ടും പലരും അതിനകത്തോട്ട് ചെന്ന് പെടാറുണ്ട്. അത് ആരുടെയും കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ക്രൈം റിലേറ്റഡ് സംഗതികൾ അത് ചെയ്യാൻ മടിയില്ലാത്തടത്തോളം കാലം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും ഈ സിനിമയിൽ ഈ ഇങ്ങനെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഇയാളുടെ കൂടെ പോകുന്നതെന്ന് പറയുന്നു. ഈ ഇപ്പൊ സൊസൈറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ശരിക്കും വേണമെങ്കിൽ ഇവരെ മോശമാക്കുന്ന ഡയലോഗുകളോ ഒക്കെ ഏതെങ്കിലും ക്യാരക്ടറിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കാം ഈ സിനിമ സംഭവിക്കുന്ന കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഒരു സീക്വൻസിൽ പോലും അങ്ങനെ ഈ ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഡയലോഗോ ജസ്റ്റേഴ്സോ ഒന്നും പോലീസുകാരുടെ ഭാഗത്തുനിന്നോ സൊസൈറ്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതിൽ ബോധപൂർവമായിട്ടുള്ള എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ വേണ്ട എന്നുള്ളത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്നൊരു ബോധപൂർവമായ ഇന്റൻഷനോ അങ്ങനെ ഒരു ചിന്തയെ പോയിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവരൊക്കെ ആയിരിക്കുന്ന നമ്മൾ ഇവിടെ കുറച്ച് പീരീഡ് ആണ്, എന്നാലും ഭയങ്കരമായ വ്യത്യാസം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും വന്നിട്ടൊന്നുമില്ല. പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ചില കാര്യങ്ങളിൽ ഇവരിപ്പോ ആയിരിക്കുന്ന അവസ്ഥ എന്നുള്ളത് പലയിടത്തും ഒരു വിഷയമേ അല്ല. അത് വളരെ നോർമൽ ആയിട്ടുള്ള സംഗതിയാണ്. അവർക്ക് സമൂഹത്തിന്റെ ഒരു പ്രഷർ നേരിടേണ്ടി വരാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവസ്ഥ. അത് മാറി വരും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിൽ അവരെ സംബന്ധിച്ച് അവരുടെ പെർസ്പെക്റ്റീവിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഒരാൾ തയ്യാറായി വരുന്നു. അപ്പൊ അവരുടെ ഒരു ചോയ്സ് ആണ്. അവർ ആ ചോയ്സിനെ അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ചോയ്സ്, ഏറ്റവും നല്ലൊരു വ്യക്തിയെ അവർ തിരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാനോ നമുക്ക് യാതൊരുവിധ സ്പേസും അതിനകത്തില്ല. ഇപ്പൊ ഫെയിൽഡ് അറ്റംപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിൽ തന്നെ നിസ എന്ന് പറയുന്ന ആൾ ചെയ്ത ക്യാരക്ടർ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്റെ പരിപാടി എന്റെ അടുത്ത് നടക്കില്ല എന്ന് ആ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇവരുടെ ചിത്രം വരയ്ക്കുന്നുണ്ട്, അയാളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ. അപ്പോ ഈ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കളർ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഫെയിൽഡ് അറ്റംപ്റ്റിന് അയാള് പച്ച കളറിലാണ് മാർക്ക് ചെയ്യുന്നത്. കളർ വേരിയേഷൻസിനെ കുറിച്ചൊന്ന്. അതിനകത്ത് ആദ്യം വരുന്ന സാധനം ഈ പച്ചയാണ്. പിന്നെ കൃത്യമായിട്ട് കൊലപാതകം നടത്തി കഴിഞ്ഞ ആൾക്കാരെയാണ് ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ പിന്നെ അയാളുടെ ഈ പ്രവൃത്തിയും ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ ചിലരെ കൊല്ലേണ്ടി വരുന്നുണ്ട്. അപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടോ ഒന്നും അല്ലാതെ കൊല്ലാണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് കറുത്ത മഷിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിൽ അയാൾക്ക് ചെറിയ എന്തോ ഒരു അയാൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഷേക്ക് ആവുന്ന ആ മൊമെന്റ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ചില സൂചനകളുണ്ട് സിനിമയിൽ. പിന്നെ അവസാനവും നമ്മൾ നത്ത് തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു എലി എന്ന് പറയുന്ന സാധനം എന്റെ കഴുത്തിൽ തന്നെ കടിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു സാധനം, അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ള സാധനവും ഈ പറയുന്ന മഷിയിലൂടെയാണ് നമ്മൾ
കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. വിനായകൻ ചേട്ടൻ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അയാളെങ്ങനെ ഒതുക്കി ഒരു നേർരേഖയിലൊക്കെ അഭിനയിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം ശ്രമകരമായിരുന്നു? അത് ഭയങ്കര ശ്രമകരമൊന്നുമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ആദ്യമേ തന്നെ. അപ്പം കുറച്ച് ഇങ്ങനെ പിടിച്ച്, കാരണം അത് ആദ്യ കാഴ്ചയിൽ കുറെ അത് പൂർണ്ണമായിട്ടും കണ്ടു തീരുന്നവരെ ആൾക്കാർക്ക് ചില സംശയം തോന്നി, ഇതൊന്നും എങ്ങനെ എന്നൊരു സംശയം തോന്നിയേക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലുപരി ഈ പറഞ്ഞ പോലെ ആ പേരിന് കാരണമായ ചില സംഗതികളുണ്ട്. ആ സംഗതികൾ ഒരുപാട് ഇന്റേണൽ ഇമോഷൻസിനെയൊക്കെ ക്യാരി ചെയ്യുന്ന സംഗതിയാണ്. അപ്പൊ അതിനെല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് ആ സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ സംസാരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ത്രൂട്ട് അത് ക്യാരി ചെയ്ത് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നത്തിന്റെ തന്നെ ഫ്ലാഷ് ബാക്ക് പറയുന്ന സീക്വൻസ് വളരെ കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. അത് അയാളെ കൂടുതൽ ഈ കേസ് അന്വേഷണത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മാറ്റി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത്ര മിനിമലായിട്ട് തന്നെ വെച്ചതാണോ ശരിക്കും? എന്ന് മാത്രമല്ല, അത് റിവീൽ ചെയ്യേണ്ട ഒരു പോയിന്റിൽ മാത്രമേ അത് റിവീൽ ചെയ്തിട്ടുള്ളൂ. ആ പോയിന്റിന് ഒരു പ്രസക്തിയുണ്ട്. ടുവേഴ്സ് ദി എൻഡ് ഒരു പോയിന്റ് വെച്ചിട്ടാണ് അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന്. അപ്പൊ ആ പോയിന്റ് അവിടെ ആയതുകൊണ്ട് നമുക്ക് മുന്നേ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം അദ്ദേഹം പറയുന്ന സാധനം പോലും പിന്നെ കണക്ട് ആവത്തുള്ളൂ, ഇയാൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇയാളെ തന്നെ പറയുന്നുണ്ട്, മറ്റേ കേട്ടിരിക്കുന്ന ആൾക്ക് അറിഞ്ഞുകൂടാത്ത ഇയാളെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഇനി ഇവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളായ സ്റ്റാൻലിയെ പറ്റിയും അതിനകത്ത് നമ്മുടെ ഒരു POV പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു അത്. അതും ഈ പറഞ്ഞ പോലെ എന്തുമാത്രം കൺവേ ആവുമെന്നൊക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ പേർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഈ സബ്പ്ലോട്ട് അല്ലെ സബ് ലേയേഴ്സ് ഇടുക എന്നുള്ളത് ഈ സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? അത് ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ ഇരിക്കട്ടെ, ഈ സ്പൂൺ ഫീഡിങ് വേണ്ട എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ട് തന്നെ ചെയ്തല്ലേ? അങ്ങനെ ചെയ്താണ്. പിന്നെ നമുക്ക് ഈ സിനിമ കുറച്ച് സമയം കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ കുറെ ഓരോ വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ആക്കി ഇങ്ങനെ ആയതാണ്. ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ജിബിൻ ചേട്ടൻ, ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് ജിബിൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അപ്പൊ മമ്മൂക്ക ഇവർ 3 പേര് ഒരുമിച്ചുള്ളൊരു ജീപ്പിലെ സീക്വൻസ് ഉണ്ടല്ലോ, വിനായകൻ ചേട്ടനും ജിബിൻ ചേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നു, മമ്മൂക്ക ബാക്കിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ വിനായകൻ ചേട്ടനാണ് പറയുന്നത് ജിബിൻ ചേട്ടൻ ഭയങ്കര വിറയലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റുകളിൽ ഒരാൾക്ക് നെർവസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ സീനെ തന്നെ ബാധിക്കും, അല്ല ആ ഷോട്ടിനെ തന്നെ ബാധിക്കും. ഈ ആർട്ടിസ്റ്റുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആസ് എ ഡയറക്ടർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഒന്ന് മമ്മൂക്കയുടെ സാന്നിധ്യത്തെ പറ്റി ബോധറാവേണ്ട ഒരു കാര്യവും ഇല്ല. അദ്ദേഹം അത്രയും നല്ല രീതിയിലാണ് എല്ലാവരും കെയർ ചെയ്ത് കൊണ്ടുപോകും. അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നത് ചിലർ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കോൺഷ്യസ് ആകാറുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇത്രയും കാലം കണ്ടു വളർന്ന ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ സാന്നിധ്യമാണ്. അപ്പൊ അത് കൺവേ ചെയ്യാൻ പിന്നെ പെട്ടെന്ന് സെറ്റ് ആയിക്കോളും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ചെയ്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അങ്ങനെ സിനിമാറ്റിക് ആയിട്ട് ലൗഡ് ആകേണ്ട ഒരു ഇതിലോട്ട് പോകരുതെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്തത് പോലും അവർ നോർമൽ സിനാരിയോയിൽ അവർ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ സംസാര രീതി എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അത് മാത്രമേ നമുക്ക് ഈ സിനിമയിൽ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് ആ സാധനം കൺവേ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് മിക്കവാറും പേർ കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ ഭയങ്കരമായ അഭിനയത്തിന്റെ ഭയങ്കര എക്സ്പ്രസീവായിട്ട് പോകാതെ പറ്റുന്നത്രയും സട്ടിലായിട്ട് പോകാനുള്ള ശ്രമം അതാണെന്ന് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ തന്നെ അവർ സെറ്റ് ആകുമായിരുന്നു. അവർക്ക് അങ്ങനെ ഭീകരമായിട്ട് ഇത് ചെയ്യേണ്ട, അല്ലാതെ തന്നെ കാര്യം സെറ്റാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇതിലെ നായികമാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആകെ ഇമോഷണലി കണക്ട് ആവുന്ന ഷൈനി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് മാത്രമാണ്. സുധീർ രാമേന്ദ്രന്റെ ക്യാരക്ടർ വരുന്നുണ്ട് തുടക്കത്തിൽ. ആ ക്യാരക്ടറിന്റെ ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നോ ശരിക്കും? ഇല്ല, ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒന്ന് നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഇതൊരു സിനിമയാണ്, സീരീസ് അല്ല. അപ്പൊ അതിൻ്റെതായ നമുക്ക് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള ഒരു സബ്ജക്ട് ഒരു നിശ്ചിത സമയ പരിധിക്ക് അകത്തും പുറത്തും പോകാതെ ചെയ്തേ പറ്റൂ. സിനിമയിൽ അങ്ങനെയാണല്ലോ. പിന്നെ ഇതിനകത്ത് പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞാൽ ആ കഥാപാത്രത്തിനോട് ആൾക്കാർക്ക് ഹുക്ക് ആകണം. എങ്കിലേ അവസാനം നമുക്ക് എന്താ പറഞ്ഞ ഒരു ടെൻഷനോ ഒരു ഭീതിയൊക്കെ കണക്ട് വരത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ പർപ്പസ്ഫുള്ളി സെറ്റ് ചെയ്തതാണ്. അതായത് ഈ ക്ലൈമാക്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നത് ശരിക്കും റൂമിൽ. നോർമലി ആ ഷോട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല, പക്ഷെ അവരൊറ്റ ഷോട്ട് ഉണ്ടാക്കി ഇമ്പാക്ട് ഭയങ്കര വലുതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ മമ്മൂക്കയോട് കഥ പറഞ്ഞൊരു മൊമെന്റ്, ആ മൊമെന്റ് ഒന്ന് പറയൂ. മമ്മൂക്കയോട് കഥ പറഞ്ഞത്, പിന്നെ ഇപ്പൊ ആൻഡോ ചേട്ടൻ അങ്ങനെ കുറെ പേര് ഇതിനെപ്പറ്റി പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ബോധം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് പിന്നെ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ
അതായത് അദ്ദേഹമാണ് ചെയ്യാൻ സാധ്യത ഉള്ളത് എന്നുള്ള രീതിയിലാണ് റീവർക്ക് ചെയ്തത്. ഇങ്ങനെ തന്നെ സ്റ്റാൻലി ദാസ് മമ്മൂക്ക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അതായത് ആദ്യം അപ്രോച്ച് ചെയ്തപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തോട് കഥ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് താല്പര്യം ഇതാണെന്ന് അറിഞ്ഞിട്ടുള്ള റീവർക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത്ര സമയം തന്നായിരുന്നു. അതിന് വീട്ടിൽ പോയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയം അവിടെ ഉണ്ടായിരുന്നു. സമയത്തിന്റെ ഒരു കൺസ്ട്രെയിൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ കഥയായിട്ട് പറയുന്നതിൽ എനിക്ക് കുറെ പരിമിതികളുണ്ട്. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. പക്ഷെ സ്ക്രീൻ പ്ലേ ആയിട്ട് പറയാൻ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് തുടക്കത്തിൽ കുറച്ച് പറഞ്ഞു ഇപ്പൊ അതിനകത്ത് കുറച്ച് പിന്നെ നോൺ ലീനിയർ നെറേറ്റീവും പരിപാടികളൊക്കെ ചേർന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുമ്പോൾ അദ്ദേഹം ചോദിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹം അങ്ങനെ ഇൻവോൾവ് ആയിട്ടാണ് കേൾക്കുന്നതെന്ന് മനസ്സിലായിരുന്നു. അവസാനമായപ്പോഴത്തേന് സ്വാഭാവികമായിട്ട് നമുക്ക് അദ്ദേഹം അങ്ങനെ ചെയ്യാമെന്ന് പറയേണ്ട ഒരു ഇതുപോലും വന്നില്ല. അല്ലാതെ തന്നെ അത് കൺവേ ആയി. അത് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. ഈ മോണ്ടറിന്റെ പിന്നിൽ പെർഫോമൻസ് കണ്ട് വൗ അടിച്ച സീക്വൻസുകൾ ഉണ്ടോ? അത് ഒരുപാടുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് ഇൻസ്റ്റൻസിൽ അദ്ദേഹം ഇതുപോലെ നമ്മൾ പറയുന്ന സാധനത്തിനെ അതിനപ്പുറത്തോട്ട് കൊണ്ടുപോയി നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ചില മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സിഗരറ്റ് ചൂവിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആംഗിൾ അധികം അങ്ങനെ എക്സ്പ്ലോർ കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പൊ ഇപ്പൊ ഗായത്രിയുമായിട്ടുള്ള ഒരു സീനുണ്ട്. റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്നേക് പീക്കായിട്ട് ഇത് വിട്ടാണ്. അപ്പൊ ഒരു റൂമിലോട്ട് അങ്ങോട്ട് പോകുന്നതിനെ പറ്റിയും സംസാരിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ എങ്ങനെ ഇത് ചെയ്തു ഗ്രാജുവലി ഒരു കെണിയിലോട്ട് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആർക്കും അതിനോട് നോ പറയാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ പറയുന്ന പോലെ നമുക്ക് തോന്നും. അത് ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം അവരും ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ മൊമെന്റ്സ് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു. അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. പിന്നെ എന്തൊരു പ്രശ്നം? പിന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു പള്ളിയുടെ സ്റ്റെപ്പിൽ ഇരുന്നിട്ടുള്ള അത് അങ്ങനെ കുറെ സ്ഥലത്ത്. പിന്നെ നമുക്കറിയാം ഇപ്പം പിന്നെ ബസ്സിലിരിക്കുന്നിടത്താണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡിലിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിനകത്തൊക്കെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു മനുഷ്യനെ പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവരൊന്നെങ്കിൽ അവരങ്ങോട്ട് മാറിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ നോട്ടം മാറുന്ന മൊമെന്റിലോ അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ട് അദ്ദേഹത്തിന്റെ ട്രൂ ആരാണെന്നുള്ളത് പതുക്കെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ അത് പടം കാണുമ്പം മനസ്സിലാവുമായിരിക്കും. അതേപോലെ വിനായകൻ ചേട്ടനെ ചില സംഗതികളുണ്ടായിരുന്നു. ഇപ്പം ഒരാൾ കള്ളം പറയുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് ചെറുതായിട്ടൊരു ടോൺ മാറ്റുന്നുണ്ട്. പിന്നെ ചില സമയത്ത് അയാൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെയും പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന മൊമെന്റിൽ അയാളൊന്ന് ഡൗൺ ആവുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില സംഗതികൾ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ തന്നെ മാറ്റുന്ന രീതിയിൽ അദ്ദേഹം ചില സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര. പിന്നെ ജിബിൻ ചേട്ടന്റെ കാര്യത്തിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പിന്നെ നമുക്ക് പിന്നെ ഒരു ഡയലോഗിന് മാത്രമാണ് എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം അത് എങ്ങനെ 50 മീറ്റർ പിടിക്കും എന്നുള്ളത്. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ അത് വന്നു. അപ്പോൾ അദ്ദേഹത്തിനും ആദ്യ ദിവസം തന്നെ അത് കിട്ടി. അതായത് പിന്നെ ആ കടൽത്തീരത്തുള്ള വീട്ടിൽ പോയിട്ട് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇയാൾ അല്പസ്വരം മാറ്റി സംസാരിക്കുന്നു. ആ കഥാപാത്രം ത്രൂ ഔട്ട് ഒരു മീറ്റർ പിടിച്ച് അവിടെ മാത്രമാണ് ഇയാളൊന്ന് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് പുള്ളി പിടിച്ചു. ഒരു ചെറിയൊരു ഒരു മോഡുലേഷൻ മാറ്റത്തിലൂടെ അത് ഭയങ്കര രസമായിട്ട് അദ്ദേഹം ഇത് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഗായത്രിയുടെ ഇതാണെങ്കിലും പിന്നെ രജിഷ ചെയ്ത സമയത്താണെങ്കിലും പിന്നെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഇത് റിയാക്ഷനും ഫസ്റ്റ് ശ്രുതിയുടെ സീക്വൻസും ഭയങ്കര രസമായിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ അല്ലെങ്കിൽ ഇവരുടെ വീട് സ്റ്റാൻലിദാസിന്റെ വീട് കാണിക്കുന്നു, ഡയറക്റ്റ് ഇയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയിലേക്കാണ് നമ്മൾ കയറുന്നത്. അത് അങ്ങനെ ഇന്റൻഷനലി അങ്ങനെ തന്നെ ഹൈ കിട്ടട്ടെ അങ്ങനെ തന്നെ ഇട്ടതാണ്. അതിനകത്ത് തന്നെ ഒരു കൈൻഡ് ഓഫ് സീക്വൻസ് ആയിരുന്നു. അതായത് ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ്, പിന്നെ വേറൊരാളോട് അടുക്കാൻ ശ്രമിക്കുന്നു, ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് അടുക്കുന്നു, പിന്നെ പതുക്കെ പ്രപ്പോസ്. ഇതൊരു സീക്വൻസ് പോലെ ഡിസൈൻ ചെയ്തതാണ്. അതിൽ തന്നെ നമ്മൾ വേറെ പാറ്റേൺ പിടിച്ചാണ് ഇത്രയും കഥാപാത്രങ്ങൾക്ക് സ്പേസ് കൊടുത്തത്. അങ്ങനെയാണ്. ചിലർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ചിലർ ഭയങ്കര ബ്യൂട്ടിഫുൾ സീക്വൻസ് എന്ന് പറയും. ചിലരാണെങ്കിൽ അത് കണക്ട് ആകാത്തവരുണ്ട്. അത് ഭയങ്കര റിപ്പീറ്റേഷൻ ആണല്ലോ, അതെന്താണ് അങ്ങനെ എന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇഷ്ടപ്പെട്ടവർക്ക് കുറെ ഉണ്ട്. അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റ് പരിപാടിയൊന്നുമില്ല. ഭയങ്കര നമ്മൾ ഉദ്ദേശിച്ച സാധനം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാരോട് എത്തിയിട്ടില്ല. അതും ഫാക്റ്റാണ്. നമ്മൾ അംഗീകരിക്കുന്നു. നമുക്ക് പറയാൻ അങ്ങനെ ആരുടെ കുറ്റക്കുറവൊന്നുമില്ല. സബ്ജക്റ്റീവായ കാര്യമാണ്.
ആസ്വാദനം എന്നുള്ളത് അതിപ്പോൾ നമ്മൾ അങ്ങനെ മഹത്തമായ സിനിമ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നല്ല പറയുന്നത്. ചിലർക്ക് സിനിമ വർക്കാവും, അതങ്ങനെയാണല്ലോ. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മുജീബിനെ മറക്കാൻ പറ്റില്ല. കാരണം ഈ സിനിമേനെ ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത് മുജീബിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും കേട്ടോ, ടെക്നിക്കലി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞാൻ എടുത്ത് മുജീബിനെ പറയാണ്. അപ്പൊ നിങ്ങൾ നമ്മളുടെ ആസ് എ മ്യൂസിക് ഡയറക്ടർ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? ആ വർക്കൗട്ട് റെഫറൻസ് കൊടുത്ത് ഒരു അങ്ങനെ റെഫറൻസ് നമ്മുടെ നമ്മൾ ത്രൂ ഔട്ട് റെഫറൻസ് ഇട്ടാണ് നമ്മൾ സ്പോട്ടും പരിപാടികളെല്ലാം ചെയ്തു വെച്ചിരുന്നത്. കാരണം നമ്മൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റാൾക്കാരിലോട്ട് കൺവേ ചെയ്യുന്നതിനുള്ള പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ മുജീബിന്റെ അടുത്ത് റെഫറൻസ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ കിഷ്കിന്താകാണ്ടോ കണ്ടിട്ടാണ് പുള്ളിയെ സെലക്ട് ചെയ്യുന്നത്. പുള്ളി അപ്പം ഭയങ്കര രസമാണ്, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് നമ്മൾ. കാരണം പുള്ളിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഈഗോയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പുള്ളി അതിനെ നമുക്കൊന്ന് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ ഔട്ട്പുട്ട്സ് തന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ കാര്യത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് തുടങ്ങി ആ ഫ്ലോയിലും അതേ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോയി. പുള്ളി ഭയങ്കര ഇപ്പം മറ്റേ പാട്ടൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ലിഫ്റ്റ് തന്ന പാട്ടാണ്. ഒരു ഇളയരാജ ടച്ചുള്ള പാട്ടാണ്. ആ കാലഘട്ടത്തിന് അത് വളരെ യോജിച്ചാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ റൈറ്റ് മേടിച്ചിട്ട് യൂസ് ചെയ്യാം, വലിയ റിസ്ക് എടുക്കണ്ട പുതിയൊരു സാധനം എന്ന് പറയുന്നതിൽ. പക്ഷെ എന്തുകൊണ്ട് പുതിയ പാട്ട് എന്നുള്ളത് അത് ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഔട്ട് തന്നെ ജിതിൻബ്രോനെ ഇംപ്രസ് ചെയ്തോ ശരിക്കും? എന്ന് പറഞ്ഞാൽ നിലാക്കായം പിന്നെ ഒന്ന് നമ്മൾ സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയം മുതലേ അതൊരു പുതിയൊരു സോങ് ആയിരിക്കുമെന്ന്. കാരണം ആ മൂഡിലുള്ള പാട്ട് കിട്ടാൻ നമ്മൾ അതിന് മുന്നേ ഒക്കെ തപ്പിയിട്ടൊന്നും നമുക്ക് പേഴ്സണലി കിട്ടിയില്ല. അപ്പോൾ കിട്ടാനുള്ള പരിമിതിയുണ്ട്. പിന്നെ റൈറ്റ്സ് മേടിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നു. പക്ഷെ ഈ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിനിമയിൽ തന്നെ ഒരു പർട്ടിക്കുലർ സീനിൽ പിന്നെ ഒരു ഫിക്ഷണൽ ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് അതിലെ പാട്ട് ഇയാൾ കേൾക്കും എന്ന് പറഞ്ഞാൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒറിജിനൽ സോങ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു മൂഡ് അത് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മുജീബിൻ്റെ അടുത്ത് ഇത് ചെയ്തത്. മുജീബ് എന്നിട്ട് ഇത് ചെയ്തു തന്നു. അപ്പോൾ അയച്ചപ്പോഴും എനിക്കത് ഇത് വർക്കാവോ ഇല്ലേ, എന്നിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് പ്ലേസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ഭയങ്കര രസമാണ്, അടിപൊളിയാണെന്ന് മനസ്സിലായത്. എന്നിട്ട് നമുക്ക് ഭാഗ്യത്തിന് നല്ലൊരു സിംഗറേയും കിട്ടി. നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്, പക്ഷെ ആ ശബ്ദം ഭയങ്കര യൂണീക്ക്. അതെ അതെ. ആ സിംഗറെ കണ്ടെത്തി എങ്ങനെ? മുജീബ് പാട്ട് സെറ്റ് ചെയ്തിട്ട് മുജീബ് എന്നെ ചാറ്റ് ജിപിയിൽ നിന്ന് ചുമ്മാ പിന്നെ ഒരു ഡമ്മി ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് നമുക്ക് അപ്പോൾ അത് ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ പാടി കേൾക്കണം, എന്നാലും നമുക്ക് അതിന്റെ അങ്ങനെയാണ് മുജീബിന്റെ പ്രോഗ്രാമർ പിന്നെ നെവിൻ പിന്നെ അമ്മയെ കൊണ്ട് ചുമ്മാ ആ ഡമ്മി അതൊരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഒന്നും അല്ലാത്ത ചുമ്മാ കുറച്ച് തമിഴ് വേഴ്സ് വെച്ചിട്ടുള്ള ഒരു ലിറിക്സ് ആയിരുന്നു. പുള്ളിക്കാരെ കൊണ്ട് അതിന്റെ എന്താണ് അതെന്ന് അതിന്റെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി പാടിപ്പിച്ചതായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര കണക്ട് ആയി. ഇത് ഭയങ്കര രസമുണ്ടല്ലോ, കാരണം നമുക്ക് പണ്ടത്തെ ഒരു റെട്രോ സോങ് പോലെ തന്നെ തോന്നും പുള്ളിക്കാരി പാടുമ്പോഴത്തേനും. അത്രയും രസമായിരുന്നു. അപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചു. അപ്പം തന്നെ ഞാൻ മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, ഇത് നല്ലതായിട്ട് പാടിയിട്ടുണ്ട്, ഇത് തന്നെ പോരെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പം മമ്മൂക്ക ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തമിഴിൽ നിന്ന് ആരെങ്കിലും പാടിപ്പിക്കാം എന്നൊരു ഇതിനു മുൻപ് അങ്ങനെ ഒരു നമ്മൾ ആദ്യം ഈ ഒരു ചർച്ച വരുമ്പോഴേ അങ്ങനെ ഒരു ഇതിലാണ് ഇരുന്നത്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളും ഇതെല്ലാം പോയി, ഇത് തന്നെ മതി എന്നുള്ള. പിന്നെ നമുക്ക് കറക്റ്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡിക്ഷണറിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എന്തായാലും ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനെ ഒന്നും വന്നില്ല. ഇവരെ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒറിജിനൽ ലിറിക്സ് ആക്കി സിന്ധു ചേച്ചി എന്നെ പാടി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തെ സാധനം വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആ പാട്ട് ആദ്യമേ ആൾക്കാരോട് എത്തണം എന്നുണ്ടായിരുന്നു, കാരണം എന്നാലും പല സീനുകളിലും അതിന് ഇമ്പാക്ട് ഉണ്ട്. അതുകൊണ്ടാണ് അത് ആദ്യമേ പാട്ട് നമ്മൾ ഔട്ട് ചെയ്തത്. ഒരുപാട് മറ്റേ സ്കെച്ച് വീഡിയോസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ശരിക്കും സിനിമയുടെ ഒരു തീം മ്യൂസിക് എന്നുള്ള രീതിയിലാണ് ശരിക്കും അതിങ്ങനെ സ്പ്രെഡ് ആവുന്നത്. പാട്ട് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ഒരു പർട്ടിക്കുലർ മൊമെന്റിലൊക്കെ തിയേറ്റർ മൊത്തം കൈയടിച്ചത് ആ പാട്ട്. ജിതിൻ ബ്രോന്റെ ഒരു സിനിമ ലൈഫ് തുടങ്ങുന്നത് ഏത് വർഷത്തിലാണ്? എങ്ങനെയായിരുന്നു അതിന്റെ? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആണ് സിനിമയിലോട്ട് ഇറങ്ങുന്നത്. 10-12 വർഷത്തോളം ആയിട്ടുണ്ട്. അന്നേരം ഒരു റൈറ്റർ ആകാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇറങ്ങിയത്. എഴുത്തിനോടുള്ള ഒരു അഭിനിവേശം പോലെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറിപ്പ് അങ്ങനെ ഓണായി. അത് ആയി വരാനായിട്ട് അതിന് സമയമെടുത്തു. അന്നേരം പതുക്കെ ഡയറക്ഷൻ എന്നുള്ള ഒരു ആഗ്രഹം കയറി വന്നു. അങ്ങനെയാണ് പതുക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ കുറച്ച് സിനിമയിൽ വർക്ക് ചെയ്തു. പിന്നെ കുറെ ഡോക്യുമെന്ററി, ആഡ് ഫിലിം, അങ്ങനെ കുറെ പരിപാടികളൊക്കെ അസിസ്റ്റന്റും ഇതൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഗ്രാജുവലി ഒരു സബ്ജക്റ്റിലോട്ട് ലാൻഡ് ചെയ്തു. 1-2 സബ്ജക്റ്റ് മുന്നേ ലാൻഡ് ചെയ്തു, പക്ഷെ അതൊന്നും അത്ര എക്സൈറ്റിംഗ് ആയിരുന്നില്ല. പിന്നെ ഇതിലോട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൃത്യമായ ഒന്ന് നമുക്ക് അവൈലബിൾ ആയ കോൺടാക്ട്സ് ഒക്കെ വെച്ച് പരിശ്രമം നടത്തി തുടങ്ങിയതും
ഇങ്ങനെ ആയതൊക്കെ. ഓക്കെ, ഇപ്പൊ കുറുപ്പിന്റെ റൈറ്റർ ആണെന്ന് പറഞ്ഞു, അതും ഒരു ആന്റി ഹീറോ അല്ലെങ്കിൽ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ ആന്റി ഹീറോസിനോട് ഒരു താല്പര്യം ഇഷ്ടക്കൂടുതലുണ്ടോ? അങ്ങനെ ഇല്ല, അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ്. അത് ക്രൈമിനോടും ക്രൈം ത്രില്ലേഴ്സിനോടും ഒക്കെ ഒരു താല്പര്യമുണ്ട്, പിന്നെ അതിനോട് ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൽ ട്രൈ ഔട്ട് ചെയ്തപ്പം ഇങ്ങനെ സബ്ജക്ട്സിലോട്ട് ലാൻഡ് ചെയ്തതാണ്. ശരിക്കും അങ്ങനത്തെ ഒരു ത്രെഡ് ഇപ്പൊ സൈനൈഡ് മോഹന്റെ ത്രെഡിൽ നിന്ന് തന്നെയാണോ സിനിമ ജനിക്കുന്നത്? ജനിക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും പിന്നെ ജഡ്ജ്മെന്റിൽ ആകാൻ സാധ്യതയുള്ള ഒരു പ്ലോട്ടാണ്. അപ്പൊ അത് തന്നെ സിനിമ ചെയ്തതിൽ കാര്യമില്ല എന്തൊരു സംഗതി ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി. അതൊരു സിനിമ ചെയ്യാൻ കാര്യമില്ലെന്നല്ല പറഞ്ഞു, പക്ഷെ നമുക്ക് ഇങ്ങനെ കൊമേഴ്ഷ്യലി തിയേറ്ററിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാകുമോ ഇല്ലയോ ഒരു സംശയം ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ നടന്ന ചില യാത്രകൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഇൻസിഡന്റും കൂടെ കിട്ടിയപ്പോഴാണ് ഇത്. ഇപ്പൊ നമുക്ക് തന്നെ സിനിമ അറിയാം, സിനിമ ഒരു പരിധി വരെ ഇയാളെ ഫോളോ ചെയ്യുന്നുള്ളൂ, പിന്നെ വേറൊരു രീതിയിലാണ് പോകുന്നത്. അത് ബാംഗ്ലൂർ തന്നെ നടന്നിട്ടുള്ള മറ്റൊരു ഇൻസിഡന്റും മറ്റൊരു കഥാപാത്രവുമാണ്. അത് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ ഏതോ രീതിയിൽ ബ്ലെൻഡായി വന്നപ്പോഴാണ് ഇതിനകത്തൊരു സിനിമാറ്റിക് സാധ്യത ഉണ്ടെന്ന് തോന്നിയതും ഫോർവേഡ് ആയി. കാരണം അതുകൊണ്ടാണ് ഒരു മൊമെന്റ് വെച്ച് ആൾക്കാർക്ക് ഒരു സർപ്രൈസ് എലമെന്റ് കൊടുക്കാൻ പറ്റിയത്. സ്റ്റാൻലി ദാസിന്റെ പ്രൊഫഷനെ നമ്മൾ അതാണല്ലോ ഈ ഹൈഡ് ചെയ്ത് വെക്കുക, ഇതിന്റെ ഒരു മെയിൻ പോയിന്റ്. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു. അതെ. ആ സാധനം കിട്ടിയോണ്ട് മാത്രമാണ് ഈ സിനിമ തന്നെ ജനിക്കുന്നത്. സിനിമ ചെയ്യാം എന്നൊരു ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഗോകുലത്തിലൊക്കെയുള്ള കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് പുള്ളിയായിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് സംസാരിക്കുമ്പോഴാണ് പുള്ളി ഇങ്ങനെ 1-2 പ്രൊഫഷൻസിന്റെ സാധ്യതകളെ പറ്റി പുള്ളി പറഞ്ഞത്. അപ്പം അത് പിന്നെ അതിനെപ്പറ്റി കുറെ ആലോചിച്ച് പോയപ്പോഴാണ് അങ്ങനത്തെ ആ പറഞ്ഞതിൽ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്താൽ ഇങ്ങനെ 1-2 സീക്വൻസിന് സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നിയതും അങ്ങനെയാണ് ഈ സിനിമ ജനിക്കുന്നത് തന്നെ. അതാണ് ഇതിന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റുമായിട്ട് കണക്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ, ഇപ്പൊ റിയൽ ലൈഫ് ഇൻസിഡന്റ് കുറിപ്പാണെങ്കിലും ഒരു വ്യക്തി ഒരു റിയൽ ആയിട്ടുള്ള ആളായിരുന്നു, പക്ഷെ അതിന്റെ സക്സസിനെ ഒന്നും ഇത് ബാധിച്ചില്ല. പക്ഷെ സ്വന്തം സിനിമ ഡയറക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇത് ആളുകൾ ഓൾമോസ്റ്റ് ആ കഥയാണ്, ആളുകൾ ഇതിനെ ഈ സീക്വൻസിന് ഇങ്ങനെ ജഡ്ജ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ടെൻഷൻസ് ഉണ്ടായിരുന്നോ ഞാൻ ഇങ്ങനെ ഒരു സിനിമയാണ്? ഇല്ല, നമ്മള് ഇത് പിന്നെ ആവുന്നതിന് മുമ്പ് തന്നെ ആ റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് വേറെയും ഹിന്ദിയിൽ വെബ് സീരീസുകളും പിന്നെ അങ്ങനെ പല സാധനങ്ങളും ഡോക്യുമെന്ററീസ് എല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇത് അങ്ങോട്ടൊക്കെ ഇതിനെ പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ റിലീസ് ആവുന്നത്. പക്ഷെ അപ്പോഴും വലിയ ടെൻഷൻ തോന്നിയിരുന്നില്ല. കാരണം നമ്മൾ ഈ പടത്തിന്റെ ആലോചന മുതൽ തന്നെ ഇത് അറിഞ്ഞിട്ട് വരുന്ന ആളെയും എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടിൽ തന്നെയാണ് നമ്മൾ ഫിക്ഷൻ ഇതിനകത്ത് ഇത് ഫിക്ഷണലൈസ്ഡ് വേഷനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടാസ്ക് അല്ലെങ്കിൽ ഏറ്റവും പാടായിട്ട് ഷൂട്ട് ചെയ്ത ഏതെങ്കിലും ഒരു മൊമെന്റ് സീക്വൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത ചില സീക്വൻസ് ഉണ്ട്. നമ്മളൊട്ടും ഈ സിനിമയെ കാണുമ്പോൾ നമുക്ക് എഫേർട്ട് എടുത്ത് മീൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിന്ന് തോന്നുന്ന സീക്വൻസുകളിലൊന്നും ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോയിട്ടുണ്ട്. പക്ഷെ വളരെ സിമ്പിളും തോന്നുന്ന ചിലയിടത്തൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ പിന്നെ അത് ചില ടെക്നിക്കൽ റീസൺസും നമ്മുടെ കയ്യിൽ അല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സംഭവിച്ചത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് പരിമിതികളുണ്ട്. ബട്ട് അങ്ങനെ ഉണ്ട്, വളരെ സിമ്പിളും തോന്നുന്ന സ്ഥലത്തൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട്. അത് ഫിലിം മേക്കിങ്ങിൽ ഉള്ള സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ചിട്ട് കോംപ്ലിക്കേഷൻസ് കയറി വരും. ഇപ്പോ 21 നായികമാരെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം കണക്ക്. അതിലൊന്ന് സംവിധായകന്റെ വൈഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിഷേധിക്കൂ എന്ന് പറഞ്ഞാൽ അത് അവളൊരു ഫോട്ടോയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് ഇങ്ങനെ നമ്മളെ എടുത്തു വന്നപ്പം ഒരുപാട് പേര് ഫോട്ടോസിലൂടെ വന്നു പോകുന്നവരുണ്ട്. അതിൽ തന്നെ ഒരു ഫോട്ടോസ് ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആവർത്തിച്ച് വരുന്ന പോലെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ചാൽ മതി. അപ്പൊ എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും കൂട്ടത്തിൽ നിൽക്കുകയൊക്കെ ചെയ്ത ആളാണ് എൻ്റെ പിന്നെ വൈഫ്. അപ്പം അതുകൊണ്ട് അവളുടെ ഫോട്ടോ ഉപയോഗിച്ചു തന്നേ ഉള്ളൂ. ഒറ്റ ചോദ്യത്തിൽ തന്നെ ഓക്കെ ഉപയോഗിച്ചോ? പെർമിഷൻ ചോദിച്ചിട്ടില്ല. അത് ടീച്ചർ അങ്ങാണ്ട് വന്നപ്പോഴാണ് അവള് അറിഞ്ഞത്. ഓ, അത് ഞെട്ടിക്കാണുമല്ലോ അല്ലേ. ഇതുപോലെ ഈ നായികമാരെ കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് അത് ശ്രമകരമായ ഒരു ഡ്യൂട്ടി ആയിരുന്നു ശരിക്കും. അത് നമുക്ക് ഈ പറയുന്ന പോലെ എന്തായാലും ഡൈവേഴ്സിറ്റി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ രൂപ 2 സ്റ്റേറ്റുകളിലായിട്ടാണ്. 2 സ്റ്റേറ്റുകളാണ്. അത് തന്നെ ഒരു സെപ്പറേറ്റ് ഡിസൈനിങ് ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഈ പറയുന്ന ഡിഫറെന്റ് ഡിസൈനിങ്സ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഒരുപാട് പേരെ നമ്മൾ പറ്റുന്ന പോലെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ അവരുടെ പിന്നെ നോർമൽ അവരുടെയൊക്കെ മീൻസ് വീഡിയോസ് കളക്ട് ചെയ്തിട്ട് അവരുടെ സംസാര രീതിയും പരിപാടിയും വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തത്. നമുക്ക് അങ്ങനെ അതിനപ്പുറം വലിയൊരു ഓഡിഷൻ പ്രക്രിയയിലൂടെ പോകുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ പ്രത്യേകിച്ച് അവരുടെ ഡയലോഗ് ഡെലിവറിയും അതിൻ്റെ സവിശേഷതകൾ വെച്ചിട്ടാണ്. അത് നമുക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്. അവരുടെ ചരിത്രം തന്നെയാണ് അവരെ എടുക്കാനുള്ള കാരണം. ബാക്കിയുള്ളവരെ ഈ രീതിയിലാണ് സെലക്ട് ചെയ്തത്. ഈ സിനിമ നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഫസ്റ്റ്
നമ്മൾ ഇമ്പ്രസ്ഡ് ആവുന്ന മമ്മൂക്കയുടെ ഒരു ലുക്കിലാണ്. അപ്പൊ ഇന്നലെ ഞാൻ ഈ നായികമാരിലെ ഒരാളുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇവരിങ്ങനെ റാൻഡമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് തിരിയുമ്പോൾ മമ്മൂക്ക നിൽക്കണു, പക്ഷെ ആ ലുക്ക് എണ്ണ തേച്ച് മിനിക്ക് പരത്തി ചീവിയ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അതിനെ വർണ്ണിക്കുന്നത്. ഈ ലുക്ക് ശരിക്കും എങ്ങനെയാ നമ്മള് ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത് അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അയാളുടെ പ്രൊഫഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അയാളുടെ കോസ്റ്റ്യൂം, അതിനപ്പുറത്ത് അയാളുടെ ക്യാരക്ടറിനെ എല്ലാം ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോസ്റ്റ്യൂംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിനൊരു പ്രത്യേക കളർ പാലറ്റൊക്കെ പിടിച്ച് തന്നെ ചെയ്തത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു പരിധിക്കപ്പുറം ലുക്സിൽ പരീക്ഷണം നടത്തുന്നതിന് പരിമിതിയുണ്ട്. ഈ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത ഇയാൾ എല്ലാവർക്കും അക്സസിബിൾ ആകണം ബേസിക്കലി, അപ്പോൾ ഒരു ലുക്കായി പിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനുപരി വേറെയും കാരണങ്ങളുണ്ട് സിനിമയ്ക്കകത്ത് പറയുന്ന കാരണം. പിന്നെ ഇയാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു സംഗതി ഹെയർ സ്റ്റൈൽ ആയിരുന്നു. അത് അതിനെപ്പറ്റി കുറെ ചർച്ചകൾ പോയി, അതിനകത്ത് ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അന്നേരമാണ് മമ്മൂക്ക ഇങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നത്. പറഞ്ഞാൽ നമുക്ക് ബേസ് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കഥാപാത്രത്തിൽ നിന്നും കൂടെ ചില സംഗതികൾ എടുത്തിട്ടാണ് ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂമും ഇതും കൂടെ വരുമ്പോൾ അതിനകത്തൊരു പുതിയ സാധനം വരുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഈ ഹെയർ സ്റ്റൈൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോഴൊക്കെ കൂടുതലും വേറൊരു കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസും പരിപാടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഡിസ്റ്റിങ്വിഷ് പരിപാടിയും ആ കഥാപാത്രത്തെ കൃത്യമായിട്ട് കിട്ടും എന്ന് തോന്നിയിരുന്നു. അടുത്ത ഭാവി സിനിമാ പരിപാടി, ഇതിന്റെ സക്സസ് പരിപാടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത പരിപാടികൾ ഇതിന്റെ കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ കാരണം നമുക്കിനി ഇതുപോലെ ഔട്ട്പുട്ട്സ് ഒക്കെ ചിലത് കൊടുത്തുകൊണ്ടിരിക്കണമല്ലോ, അങ്ങനെ അതിന്റെ പേരിലാണ്. പിന്നെ അടുത്ത ഇതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ വേറെ കുറച്ച് പരിപാടികൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരെണ്ണമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഫോർവേഡ് ആയിട്ടുണ്ടായിരുന്നു. അത് ഇനി അതിലോട്ട് ഒഫീഷ്യലി പറയുന്നതിന് പരിമിതിയുണ്ട്, ബട്ട് ഫോർവേഡ് ആയിട്ടുണ്ട്. അപ്പോൾ സിനിമ ലൈഫ് ഇതിലും ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. സംസാരിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു.